വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ 15-ാം അധ്യായമായ ദൂർദൂതന്റെ ഉപമയാണ്. ഒരു ധനികനായ പിതാവിന്റെയും 2 പുത്രന്മാരുടെയും കഥയാണിത്. ഒരു ദിവസം ഇളയ മകൻ പിതാവിനോട്, പിതാവേ, എനിക്ക് എന്റെ സ്വത്തിന്റെ ഓഹരി തരിക, ഞാൻ ദൂരദേശത്തേക്ക് പോവുകയാണ്. എന്തിനാണ് മോനെ നീ ഇപ്പോൾ ദൂരദേശത്തേക്ക് പോകുന്നത്? ഞാൻ പോവുകയാണ്, എനിക്ക് എന്റെ സ്വത്തിന്റെ ഓഹരി തരിക. ശരി മകനെ, ഞാൻ തരാം. ഇതാ മകനെ എന്റെ സ്വത്തിന്റെ ഓഹരി, സന്തോഷമായി കുറിച്ച് ജീവിക്കും. ഞാൻ പോകുന്നു. അവൻ സ്വത്ത് ശേഖരിച്ച് ദൂരദേശത്തേക്ക് പോയി. കുട്ടികളെ, എല്ലാവരും വരുവേ, എന്റെ കയ്യിൽ അനേകം പണമുണ്ട്, നമുക്ക് ആഹ്ലാദം പങ്കുവയ്ക്കാം, എല്ലാവരും വരുവേ. അവൻ സ്വത്ത് ദൂർത്തടിച്ച് നശിപ്പിച്ചു. ആ നാട്ടിൽ ഒരു കഠിന ക്ഷാമം ഉണ്ടായി. അവൻ വിശപ്പടക്കാൻ പോലും ഒന്നും കിട്ടാതെയായി. അവന് ജോലിക്കായി പല സ്ഥലങ്ങളിലേക്ക് പോയി. എനിക്ക് ആരെങ്കിലും ജോലി തരുമോ? എനിക്ക് ആരെങ്കിലും ജോലി തരുമോ? എനിക്ക് ആരെങ്കിലും ജോലി തരുമോ? മാറിക്കടാ, ഞാൻ പോയിക്കോളാവേ. എനിക്ക് ആരെങ്കിലും ഒരു ജോലി തരുമോ? ഞാൻ നിനക്ക് ജോലി തരാം, നീ വയലിൽ പോയി എന്റെ പന്നികളെ മേടിക്കുക. ചെയ്തുകൊള്ളാവേ. ഈ പന്നിക്ക് കൊടുക്കുന്നത് അവരുകൊണ്ടെങ്കിലും എന്റെ വിശപ്പടക്കാമായിരുന്നു. പക്ഷെ എനിക്കത് ആരും തരുന്നില്ല. എന്റെ പിതാവ് എത്രയോ ദാസന്മാർക്ക് സുഭിക്ഷമായ മത്സരം കൊടുക്കുന്നു, എന്നാൽ ഞാൻ ഇവിടെ പട്ടിണി കിടന്ന് ചാവുന്നു. അവൻ അവന്റെ പിതാവിന്റെ അടുത്തേക്ക് ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ തിരിച്ചറിഞ്ഞിരുന്നു. ആരോ വരുന്നുണ്ടല്ലോ, ആരോ വരുന്നുണ്ടല്ലോ, എന്റെ ഇളയ മകനല്ലേ അത്? പിതാവേ, അങ്ങേക്കെതിരായി, സ്വർഗത്തിനെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ ദാസനെന്ന് വിളിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് അങ്ങയുടെ ദാസനായി എന്നെ സ്വീകരിക്കണമേ. എഴുന്നേൽക്കു മകനെ. ദാസന്മാരെ, ഉടൻ തന്നെ ഇവന് മേൽത്തരം വസ്ത്രമണിയിച്ച് കാലിൽ ചെരുപ്പും കയ്യിൽ മോതിരം അണിയിക്കുന്നു. ഉടൻ തന്നെ ഒരു കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുകയും നമുക്ക് ആഹ്ലാദം പങ്കുവയ്ക്കാം. ഈ സമയം മൂത്ത മകൻ വയലിലായിരുന്നു. വീടിനരികിൽ നിന്ന് സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ശബ്ദം കേട്ട് അവൻ വേലക്കാരോട് അന്വേഷിച്ചു. ഹേ, എന്താണ് അവിടെ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ശബ്ദം കേൾക്കുന്നത്? പ്രഭു, അങ്ങയുടെ അഞ്ചൻ വന്നിട്ടുണ്ട്. അങ്ങയുടെ പിതാവ് അവന് വിരുന്ന് നൽകുകയാണ്. എന്ത്? പിതാവ് അവന് വിരുന്ന് നൽകുകയോ? അതെ പ്രഭു. പിതാവേ, അങ്ങേക്ക് ഞാൻ എത്ര നാൾ ദാസവേല ചെയ്തു, എങ്കിലും അങ്ങയുടെ ഒരു വാക്കുപോലും ഞാൻ ലംഘിച്ചിട്ടില്ല. എന്നാൽ ദൂരത്തിനായി നീ വിരുന്ന് നൽകുകയോ? മകനെ, ഇവൻ മരിക്കപ്പെട്ടവനായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇവന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നാം ആഹ്ലാദം പങ്കുവയ്ക്കുകയും ആനന്ദിക്കുകയും ചെയ്യണം. സഹോദരരെ, പാപത്തിൽ വീഴുകയും മാനസാന്തരപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്ത ദൂർദൂതന്റെ ഉപമ നമുക്കൊരു പ്രചോദനമാകട്ടെ. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.